പൈനാവ് താന്നിക്കണ്ടം പെരുങ്കാല സമാന്തര റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മ കുറവുണ്ടെന്ന് ആരോപണം. റോഡ് ടാറിംഗ് ജോലികളിൽ വിദഗ്ധരായവരാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഷി അഗസ്റ്റിൻ MLAയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ തന്നെ ഗുണമേന്മയെക്കുറിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇടയ്ക്ക് പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് ചില ഭാഗങ്ങളിൽ ജോലികൾ നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏകദേശം 250 മീറ്റർ ഭാഗം വീണ്ടും ടാർ ചെയ്തത്. 98 ലക്ഷത്തോളം രൂപ ചെലവിൽ നടത്തിയ ഈ നിർമ്മാണം BMBC നിലവാരത്തിൽ പൂർത്തിയാക്കേണ്ടതാണെങ്കിലും ആവശ്യമായ ഗുണനിലവാരം പാലിച്ചിട്ടില്ല എന്നാണ് ആരോപണം ഉയരുന്നത്. ചില ഭാഗങ്ങളിൽ റോഡ് തകർന്ന നിലയിലുമാണ്. വിള്ളലുകൾ മണ്ണിട്ട് അടച്ചതായി കാണുന്നതായും പരാതിക്കാരനായി ബിനു പറയുന്നു. ഇവിടെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. BMBC ചെയ്തതാണ്, BM മാത്രമേ ചെയ്തിട്ടുള്ളൂ. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് അഴിമതിയുണ്ട്, അന്വേഷിക്കണം. ഞാൻ മന്ത്രിസഭ മെയിൽ വിട്ടിട്ടുണ്ട്. ഒരു കണ്ടോന്നറിയാൻ പാടില്ല, പ്രതികരിച്ചിട്ടില്ല. 89 ലക്ഷം രൂപ അനുവദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലക്സൊക്കെ വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇത് ചെയ്യണം, മാന്യമായിട്ട് വേണം ചെയ്യാൻ. അതിന്റെ തെളിവ് സഹിതം കാണിച്ചു തരാം. ഇതോടൊപ്പം ഡ്രൈനേജ് സംവിധാനങ്ങളും റോഡ് കെട്ടുകളും ഉൾപ്പെടെ അനുബന്ധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുമില്ല. നിർമ്മാണത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേടുണ്ടോ എന്നും നാട്ടുകാർ സംശയം ഉന്നയിക്കുന്നുണ്ട്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.